നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്ന ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ചർച്ചയാകുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാകുമോ? അതെ, പലർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ലഭിക്കുന്നത് 1600 രൂപയാണ്. അതിൽ നിന്ന് നേരെ 3000 രൂപയിലേക്ക് ഉയർന്നാൽ എന്താകും അവസ്ഥ? ആർക്കെല്ലാം ഗുണം ലഭിക്കും? സർക്കാരിന് എത്ര രൂപയുടെ അധിക ബാധ്യത വരും? ഈ വാർത്തകൾ ശരിയാണോ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമാണോ? എല്ലാം വിശദമായി ഈ വീഡിയോയിൽ നോക്കാം. അതിനു മുൻപ് ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. വയോജന പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങി പല വിഭാഗങ്ങളിലെ ആളുകൾക്ക് ഈ സഹായം ലഭിക്കുന്നു. ഇപ്പോൾ പ്രതിമാസം ലഭിക്കുന്നത് 1600 രൂപയാണ്. പലർക്കും ഇത് ജീവിതത്തിന്റെ പ്രധാന ആശ്രയമാണ്. മരുന്ന് വാങ്ങാനും വീട്ടുചെലവിനും ഭക്ഷണത്തിനും പോലും ഈ തുക ഉപയോഗിക്കുന്നവർ ഏറെയാണ്. എന്നാൽ സാധനങ്ങളുടെ വില കൂടുകയാണ്, മരുന്നുകളുടെ വില കൂടി വരികയാണ്, വൈദ്യുതി ചാർജും അരി, പച്ചക്കറി, യാത്രാ ചെലവ് എല്ലാം ഉയരുന്നു. അതിനാൽ തന്നെ 1600 രൂപ കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പലരും പറയുന്നുണ്ട്. 3000 രൂപ ചർച്ചയാവുകയാണ് ഇപ്പോൾ. റിപ്പോർട്ടുകൾ പ്രകാരം ചില രാഷ്ട്രീയ ചർച്ചകളിലും പഠനങ്ങളിലും പെൻഷൻ തുക 3000 രൂപയാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് UDF അധികാരത്തിൽ വന്നാൽ പെൻഷൻ വർധനയ്ക്ക് സാധ്യത ഉണ്ടാകാമെന്നാണ്. അതായത് 1600 രൂപയിൽ നിന്ന് 3000 രൂപയിലേക്കുള്ള ഉയർച്ച. ഇത് സംഭവിച്ചാൽ ഒരു വ്യക്തിക്ക് മാസത്തിൽ 1400 രൂപയുടെ അധിക ഗുണം ലഭിക്കും. ഒരു വർഷം കണക്കാക്കിയാൽ 1400 എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് 16800 രൂപയുടെ അധിക സഹായമാണ് ലഭിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിന് ഇത് വലിയ സഹായമായേക്കും. കേരളത്തിൽ ഏകദേശം 62 ലക്ഷം പേർ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവരാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇപ്പോൾ 1600 രൂപ നൽകുമ്പോൾ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. 3000 രൂപ ഉയർത്തിയാൽ മാസത്തിൽ ആയിരക്കണക്കിന് കോടി രൂപ അധികമായി കണ്ടെത്തേണ്ടി വരും. ഒരു ഏകദേശ കണക്ക് നോക്കുകയാണെങ്കിൽ 62 ലക്ഷം ആളുകൾക്ക് 1400 രൂപ അധികമായി നൽകേണ്ടി വന്നാൽ മാസത്തിൽ ഏകദേശം 868 കോടി രൂപയുടെ അധിക ചെലവ് വരാം. ഒരു വർഷം നോക്കുമ്പോൾ ഇത് 10,000 കോടിയിലധികം രൂപയാകും. അതിനാൽ തന്നെ സർക്കാരിന് ഇത് നടപ്പാക്കാൻ വലിയ സാമ്പത്തിക പദ്ധതികൾ വേണം. ഇപ്പോൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരു വലിയ പ്രതീക്ഷയുണ്ട്. പെൻഷൻ 3000 രൂപയായാൽ വലിയ ആശ്വാസമാകുമെന്നാണ് പലരും പറയുന്നത്. പ്രത്യേകിച്ച് വയോധികർക്ക് ഈ തുക വളരെ സഹായകരമാകും. കാരണം പലർക്കും സ്ഥിര വരുമാനവുമില്ല, ചിലർക്ക് മക്കളുടെ സഹായമില്ല, ചിലർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവർക്ക് മാസം ലഭിക്കുന്ന പെൻഷൻ തന്നെയാണ് ജീവിതത്തിന്റെ പ്രധാന ആശ്രയം. മരുന്നിനും ചികിത്സയ്ക്കും മാത്രം ഇപ്പോൾ വലിയ ചിലവാണ്. 3000 രൂപ ലഭിച്ചാൽ കുറഞ്ഞത് കുറച്ച് ആശ്വാസമെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ മറ്റൊരു വലിയ പ്രശ്നം കുടിശ്ശികയാണ്. പലർക്കും മാസങ്ങളായി പെൻഷൻ ലഭിക്കാനുണ്ട്. ആദ്യം കുടിശ്ശിക കൊടുക്കട്ടെ, പിന്നെ വർധനവ് പറയാം എന്ന അഭിപ്രായവും ചിലർ ഉയർത്തുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. പെൻഷൻ കൃത്യമായി ലഭിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വർധനവ് നല്ല കാര്യമാണ്, പക്ഷെ സമയത്ത് പണം ലഭിക്കാത്ത പക്ഷം സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സംഭവിക്കുന്നത്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സമയത്ത് പല ക്ഷേമ പദ്ധതികളും വലിയ ചർച്ചയായിരുന്നു. പെൻഷൻ വർധനയും അതിൽ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. കാരണം 62 ലക്ഷം ആളുകൾ എന്നത് വലിയൊരു വോട്ടർ വിഭാഗമാണ്. അതിനാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിഷയം വളരെ പ്രധാനമാണ്. ചിലർ പറയുന്നത് ഇത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാകണമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നടപ്പാക്കുമോ എന്നത് പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. കേരളം ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. വരുമാനം കുറയുകയും കടം വർദ്ധിപ്പിച്ചതും ചെലവുകൾ കൂടുന്നതും ഇത്തരം സാഹചര്യത്തിൽ ഇനി പെൻഷൻ 3000 രൂപയാക്കുന്നത് എളുപ്പമല്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ ജനക്ഷേമ പദ്ധതികൾ തുടരേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നിയന്ത്രണവും ജനക്ഷേമവും തമ്മിൽ ബാലൻസ് കണ്ടെത്തേണ്ടത് വരും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലവിധ അഭിപ്രായങ്ങളാണ് പറയുന്നത്. 3000 രൂപ വേണം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമാണ് എന്നും പറയുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നത് ആദ്യം നിലവിലുള്ള പെൻഷൻ കൃത്യമായി കൊടുക്കണം. ഇനിയും ചിലർ പറയുന്നത് പെൻഷൻ കൂട്ടുന്നത് നല്ലതാണ്, പക്ഷെ സർക്കാർ സാമ്പത്തികമായി തകരരുത്. ഇതെല്ലാം യഥാർത്ഥമായ അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല, പക്ഷേ ചർച്ചകൾ ശക്തമാണ്. അടുത്ത മാസങ്ങളിൽ കൂടുതൽ വ്യക്തത വരാൻ സാധ്യതയുണ്ട്. സർക്കാർ എന്ത് തീരുമാനമെടുക്കും? പെൻഷൻ ശരിക്കും 3000 ആകുമോ, അല്ലെങ്കിൽ ചെറിയ വർധനവ് മാത്രമാകുമോ? ഇത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാന കാര്യം ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയാണ്. 3000 രൂപയാക്കണമെന്ന ആവശ്യം ശക്തവുമാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിലൂടെ ഗുണം ലഭിക്കുകയും, പക്ഷേ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത
വരികയും ചെയ്യും. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. ഈ വിഷയത്തിൽ നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്? പെൻഷൻ 3000 രൂപയാക്കണോ അല്ലെങ്കിൽ ആദ്യം കുടിശ്ശിക തീർക്കണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.